നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര ടൂറിസം സഹമന്ത്രിയായി സുരേഷ് ഗോപി ചുമതലയേറ്റതിനു ശേഷം അദ്ദേഹം കേരളത്തിലെത്തിയപ്പോൾ വമ്പൻ സ്വീകരണമാണ് നൽകിയത്. അദ്ദേഹത്തിലൂടെ ഏറെ പ്രതീക്ഷയാണ് കേരളത്തിലെ മലയാളികൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിലൂടെ കേരളത്തിൽ ഉണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുമെന്നുള്ള പ്രതീക്ഷ മലയാളികൾക്കുണ്ട്. അദ്ദേഹം നാട്ടിലെത്തിയ ഉടൻ തന്നെ മറ്റുള്ള പ്രമുഖരെയും അതുപോലെ തന്നെ പാർട്ടികളെയും മണികളെയും എല്ലാം കാണുന്ന തിരക്കിലാണ്. ഏതായാലും ഇപ്പോൾ കേന്ദ്ര ടൂറിസം സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ശിവഗിരി മഹാസമാധിയിൽ ദർശനം നടത്തിയതായി റിപ്പോർട്ടുകൾ. രാവിലെ 11:30യോടെയാണ് ശിവഗിരിയിലെത്തിയ മന്ത്രിയെ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയും ജനറൽ സെക്രട്ടറി സ്വാമി ശുഭകാനന്ദയും ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. മഹാസമാധിയിൽ പുഷ്പാർച്ചന നടത്തി സന്യാസിമാരിൽ നിന്നും പ്രസാദം സ്വീകരിച്ചു. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും ഒപ്പമുണ്ടായിരുന്നു. സ്വാമി സച്ചിദാനന്ദ, സ്വാമി ശുഭകാനന്ദ, സ്വാമി ശാരദാനന്ദ, സ്വാമി വിദ്യാനന്ദ, സ്വാമി വിശാലാനന്ദ തുടങ്ങിയവരും മഹാസമാധിയിൽ സന്നിധരായിരുന്നു. അതിഥി മന്ദിരത്തിലെ കൂടിക്കാഴ്ചയിൽ പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ, ജനറൽ സെക്രട്ടറി സ്വാമി ശുഭകാനന്ദ, അതുപോലെ തന്നെ അവിടെയുള്ള മറ്റു ആളുകളെല്ലാം തന്നെ അദ്ദേഹത്തിനോടൊപ്പം പരിപാടിയിൽ പങ്കെടുത്തു. ഗുരുദേവ ജീവചരിത്രം കൃതികൾ ഉൾപ്പെടെ ശിവഗിരി മഠത്തിന്റെ ഉപഹാരം ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് മന്ത്രിക്ക് നൽകി. ബാല്യത്തിൽ പിതാവിനൊപ്പം വർക്കല ബീച്ച് സന്ദർശിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മന്ത്രി പരാമർശിച്ചു. അടുത്ത ഗുരുദേവ ജയന്തി ദിനത്തിൽ ശിവഗിരിയിലെ സമ്മേളനത്തിലേക്ക് സച്ചിദാനന്ദ സ്വാമിയുടെ ക്ഷണം മന്ത്രി സ്വീകരിച്ചു. സമാധി പീഠത്തിലെ ദർശനവേളയിൽ ഗുരുദേവ കൃതി ശിവപ്രസാദ പഞ്ചകം മന്ത്രി ഉരുവിട്ടു. നേരത്തെ ഈ കൃതി സുരേഷ് ഗോപി ചൊല്ലിയത് യൂട്യൂബിലും മറ്റും പ്രചാരം നേടിയ കാര്യം സന്യാസിമാർ ശ്രദ്ധയിൽപ്പെടുത്തി. ഗുരുദേവന്റെ മറ്റ് കൃതികളും ഇതേവിധം ആലാപനം ചെയ്യാവുന്നതാണെന്നും മന്ത്രി സൂചിപ്പിച്ചു. കഴിഞ്ഞ ദിവസം അദ്ദേഹം മുല്ലപ്പെരിയാർ ഇടുക്കി അണക്കെട്ടുകളിലെ വെള്ളപ്പൊക്ക സാധ്യത മുൻകൂട്ടി അറിയാൻ ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സംവിധാനങ്ങളുടെ സാധ്യത തേടി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക സഹമന്ത്രി സുരേഷ് ഗോപി രംഗത്ത് വന്നിരുന്നു. ബാംഗ്ലൂരിൽ ഇസ്രോ ചെയർമാൻ എസ് സോമനാഥുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സുരേഷ് ഗോപി ഈ ആശയം മുൻപോട്ട് വെച്ചത്. കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമായി രാജ്യത്ത് പ്രളയം പോലുള്ളവ വർദ്ധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ ഡാമുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും മോശം സാഹചര്യങ്ങളിൽ പ്രതീക്ഷിച്ച മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പ്രളയ സാധ്യത വിലയിരുത്താനും പുനരധിവാസ മേഖലകൾ മുൻകൂട്ടി നിശ്ചയിക്കാനും ഗവേഷകർക്ക് ഉയർന്ന റെസല്യൂഷനിലുള്ള ഭൂപ്രദേശ ഡാറ്റ അടക്കമുള്ള ബഹിരാകാശ അധിഷ്ഠിത വിവരങ്ങൾ ലഭ്യമാക്കുന്നതിൽ ഇസ്രോയുടെ പിന്തുണ സോമനാഥ് ഉറപ്പ് നൽകി. രക്ഷാപ്രവർത്തനം, പുനരധിവാസം എന്നിവയുടെ ആസൂത്രണത്തെ പ്രളയ സാധ്യതയുമായി സംയോജിപ്പിച്ച് ഒരു പോർട്രോടൈപ്പ് സൊല്യൂഷൻ വികസിപ്പിക്കാനും സുരേഷ് ഗോപി നിർദ്ദേശിച്ചിട്ടുണ്ട്.